അങ്ങേര് 10 കോടി തരാന്ന് പറയുമ്പോ ഞാൻ കയറി 20 കോടി ആവശ്യപ്പെട്ട അങ്ങേര് മൊത്തത്തിൽ എന്നെ നടക്കും. ഞങ്ങൾ ഈ ലയൺസ് ക്ലബ്ബിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കൂട്ടത്തില്. അങ്ങനെ വലിയ സൗഹൃദമൊന്നുമില്ല. കാണുമ്പോ ഒന്ന് വിഷയം, അത്രേ ഉള്ളൂ. എങ്കിലും പരസ്പരം കാണേണ്ടവരല്ലോ. അതുകൊണ്ട് താൻ വേണം 20 കോടി ചോദിക്കാൻ. അതിനെനിക്ക് മടിയൊന്നുമില്ല. എന്റെ മോളുടെ ജീവിതം തകർത്തതിനുള്ള നഷ്ടപരിഹാരമാണ് ഞാൻ ചോദിക്കുന്നത്. അത് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്യും. നമസ്കാരം സർ. ഞാൻ ഇരിക്കുന്നില്ല, ഞാനിവിടെ നിന്നോളാം. ചിലരുടെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യത ഇപ്പൊ എനിക്കില്ല. അങ്ങനെയുള്ള അഹങ്കാരവും അഹംഭാവവും ഞങ്ങൾക്കില്ല സാറേ. പിന്നെ എന്റെ മോക്ക് ഇപ്പോഴുണ്ടായ ദുരന്തം, അതിനെപ്പറ്റി ആലോചിക്കുമ്പോ എഴുന്നേറ്റ് നിന്ന് സാറിനെ വണങ്ങാനും തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും സാറിന്റെ കൊച്ചുമോനാണല്ലോ വലിയൊരു ചതി എന്നോട് ചെയ്തത്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനോ തർക്കിക്കാനോ അല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങളൊരു തുക ആവശ്യപ്പെട്ടു, അത് തരാനാ വന്നത്. സാറ് ചെക്ക് എഴുതിയായിരുന്നോ? എഴുതിയിട്ടില്ല. അത് വക്കീലിന്റെ മുന്നിൽ വെച്ച് എഴുതി ഞാൻ ഇയാളെ ഏൽപ്പിക്കാനാ കരുതിയത്. ഇയാളുടെ ഭാര്യയും മോളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ഞങ്ങൾക്ക് അർഹതപ്പെട്ട തുകയാ ഞങ്ങൾ ചോദിക്കുന്നത്. സാറേ, 10 കോടി കൊണ്ട് കാര്യം നടക്കില്ല. 15 കോടി തന്നാലും ഞങ്ങൾ അതിന് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എത്രയാ വേണം ഉദ്ദേശിക്കുന്നത്? ഇതൊരു ബിസിനസ്സായി മാറി അല്ലടോ വക്കീലെ. കാലം മാറിപ്പോയില്ലേ സാറേ? അതെ, പക്ഷേ ആ മാറ്റം ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന ചിലരുണ്ട്. അവർക്കാണ് ഇതുപോലെ വലിയ വലിയ തുക കൊടുത്ത് കേസ് ഒതുക്കി തീർക്കേണ്ടി വരുന്നത്. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് തന്നേക്ക്. ചെക്ക് കൈമാറുന്ന നിമിഷം തന്നെ ഞങ്ങൾ ഈ കേസ് പിൻവലിച്ചിരി. എടോ വക്കീലെ, തന്നെ സാക്ഷിയാക്കിയിട്ടാ ഞാൻ ഇയാൾ ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ പോകുന്നത്. ഇനി എല്ലാം കൊടുത്തതിന് ശേഷം മൂർത്തി വാക്ക് മാറിയെന്ന് പറയരുത്. അത്തരം തരംതാണ പണിയൊന്നും ഞാൻ ചെയ്യത്തില്ല സാറേ. എന്നാ പിന്നെ പിടിച്ചോ. വക്കീൽ പണി തന്റെ തൊഴിലായതുകൊണ്ട് തനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ശിക്ഷ. അതുകൊണ്ട് ഇന്ന് നാളെയല്ല, 4-5 ദിവസം നിന്റെ കവിള് കരുവാളിച്ച് തന്നെ കിടക്കും. എടോ, എന്റെ മുന്നിൽ പോലെ നിൽക്കാൻ യോഗ്യതയില്ല. ആനന്ദപുരി തറവാടിന്റെ ഗേറ്റ് കടക്കാൻ യോഗ്യതയില്ലാത്ത നീയും നിന്റെ മോളും ഭാര്യയും നിറഞ്ഞാടി കുറെ നാൾ. ഇനി അതൊക്കെ നിർത്തിക്കോ. നീയായിട്ട് കേസ് നടത്തിക്കോ. എന്റെ കൊച്ചുമോന് ജയിലിലേക്ക് പോകാനാണ് വിധിയെങ്കിൽ ആ വിധി ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നാലും നിന്നെയും നിന്റെ മോളെയും ഭാര്യയും പോലെ നാണവും മാനവും ഇല്ലാത്തവരുടെ മുന്നിൽ ആനന്ദമൂർത്തിയും കുടുംബവും മുത്തുമടക്കില്ലടാ. കേസ് ഏറ്റെടുക്കണോ, എന്നിട്ട് കോടതിയിൽ തന്റെ മിടുക്ക് കാണിക്കേ. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോക്കോളാം. പിന്നെ കേസ് കൊടുക്കുമ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കണം. എന്റെ കൊച്ചുമോന് ജയിലിൽ കിടക്കേണ്ടി വന്നാലും അധികം നാളൊന്നും അവന് കിടക്കേണ്ടി വരില്ല. അതിനു മുൻപ് ഞാൻ അവനെ പുറത്തിറക്കും. എന്നാലും 20 കോടി തന്ന് ഞാൻ ഈ കേസ് ഒതുക്കിയെന്ന് ഈ കേസിലെ പ്രതിയായ എന്റെ കൊച്ചുമോൻ അറിഞ്ഞാൽ അതവന് സഹിക്കാൻ പറ്റില്ല. എന്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം ഞാൻ നോക്കിക്കോളാം.